ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും നേരിടേണ്ടി വന്ന അതിഭീകര തോൽവിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിന് സാക്ഷാൽ പിണറായി നേരിട്ട് എത്തുകയാണ്. നാളെ തൊട്ട് 29 തൊട്ട് 30, 31 3 ദിവസം വിശദീകരണം നടന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർപ്പിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് CPM അവിടെ ചെയ്തിട്ടുള്ളത്. താനല്ലേ തോന്നിയ ദിവസം കാണിച്ചത്, താങ്ങ വാന്ന് പറയും, താന്ന് വിശദീകരിക്കാൻ പറയാം നാട്ടുകാരുടെ അടുത്ത്. ഈ തളിപ്പറമ്പ് പയ്യന്നൂർ 2 മണ്ഡലങ്ങളിലാണ്, മാത്തിലും മയ്യിലും, ഇങ്ങനെ 2 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ യോഗം വെച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഒരു വിശദീകരിക്കാം? അല്ല, അതാണ് താത്വിക ഭാഷയെ പിണറായി അങ്ങനെ വിശദീകരിക്കാറില്ല. പിണറായി മുമ്പ് ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ, മറ്റേ ഭാഷയുണ്ടല്ലോ, ഞങ്ങൾ അത് കണ്ടു, ഞങ്ങൾ ഇത് കണ്ടു, ഞങ്ങൾ വാള് കണ്ടു എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. അങ്ങനെ ഇനി പറഞ്ഞാൽ അത് യേശുവില്ല. ഇനിയിപ്പോൾ ആളൊക്കെ മടുത്ത് ഇതൊന്നും എടുക്കുന്നില്ല. മാത്രമല്ല, അവിടുത്തെ പാർട്ടി സാക്കൾ തന്നെയാണല്ലോ ഈ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തത്. അവരുടെ നിന്ന് ഇയാൾ എന്തോന്ന് പറയാ, ഇനി വരട്ടാൻ പറ്റുമോ? പണ്ടത്തെ പോലെ ഒന്നും പറ്റില്ല. ഇനി അത് മാത്രമല്ല, ഈ മാസപ്പടിയുടെ ഒരു നിഴലിലാണ് നിൽക്കുന്നത്. ED റെയ്ഡിൻ്റെ ഒരു നിഴൽ. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം EDയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. അറസ്റ്റ് ഉണ്ടാവുന്നത് ആദ്യമായിട്ട് തൈക്കണ്ടി ആയിരിക്കും, വീണ തൈക്കണ്ടിയാവും അറസ്റ്റിലേക്ക് നീങ്ങുക. അതോടുകൂടി പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധത്തിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പാർട്ടിയിൽ ഒന്നുമല്ലാതാകും. ഈ ഒരു തക്കത്തിന് തന്നെ MA ബേബിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പിടിമുറുക്കം ഉണ്ടാകും. ആ ഒരു പിടിമുറുക്കലോടുകൂടി ഇവർ തൈക്കണ്ടി ഫാമിലി CPMൽ നിന്ന് നിഷ്കാസിതരാകും. ഇതിനേക്കാളും വലിയ പ്രബലരായിരുന്ന എത്രയോ പേരാണ് CPM നിഷ്കാസിതരായിട്ടുള്ളത്. ഇത്രയും കാലം ഇയാൾ ഈ വിരട്ടിയാണ് കൂടെ നടത്തുമായിരുന്നത്. ഈ വിരട്ട് ഭാഷയാണല്ലോ. അപ്പോൾ ഇയാൾ എന്തോ ഒരു ധീരശൂര പരാക്രമിയാണെന്ന് പാർട്ടി അണികൾ പോലും തെറ്റിദ്ധരിച്ചിരുന്നു. ഇയാൾ ഒരു മണ്ണാങ്കട്ടേ അല്ല എന്നുള്ള സത്യം ആളൊക്കെ മനസ്സിലായി, സ്വന്തം പാർട്ടിക്കാർക്ക് പോലും മനസ്സിലായി. ഇയാൾ കരുതുന്ന എല്ലാവരും ദേശാഭിമാനി മാത്രം വായിച്ചിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നാണ്. ഇപ്പം ലോകം മാറിയത് ഇവരെ അറിഞ്ഞതേയില്ല. ഈ നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുത് നമ്മുടെ അപ്പൂമാർ പറഞ്ഞിട്ടുണ്ട്. അത് ഈ തൈക്കണ്ടി ഫാമിലി ഓർത്തില്ല. ഞങ്ങൾ തന്നെ എല്ലാ കൊല്ലം ഭരിക്കുമെന്നങ്ങ് വിചാരിച്ചു. ED റെയ്ഡും തുടർന്നുള്ള നീക്കവും കൃത്യമായിട്ടുള്ള വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. നമ്മളതിനെ ധൃതി കാണിക്കേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പിന്നാലെ തന്നെ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഷോൺ ജോർജാണ്. ഷോൺ ജോർജിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. കാരണം ഇവരെ അപ്പനെയും മകളെയും കേന്ദ്രം വെറുതെ വിടാനുള്ള യാതൊരു നീക്കവും നിലവിലില്ല. ഉറപ്പായിട്ടും ഇത് പിടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിരഭിപ്രായം രൂപം കൊണ്ടുവരും. കുറച്ച് പേരൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല കഥകൾ പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും പ്രതിരോധിക്കാൻ പറ്റാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ. അല്ല, മാത്രമല്ല ED അങ്ങനെ വെറുതെ പറയില്ലല്ലോ. ED എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. അവർക്ക് കള്ളം പറയാൻ പറ്റും. അവർ പ്രസ് റിലീസ് ഇറക്കിയില്ലേ കൃത്യമായിട്ട് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇവർക്ക് ഇത്രയും പണം ഇവിടെ നിന്ന് ഈ ട്രാൻസാക്ഷൻ എങ്ങനെ നടത്തി? അമ്മയുടെ ഗ്രാറ്റുവിറ്റി കൊണ്ട് ഗ്രാറ്റുവിറ്റി കിട്ടിയ പൈസ കൊണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞ് 2 സ്ഥാപനവും പൂട്ടിയ അവസ്ഥയിലാണ്. പൂട്ടിയ സ്ഥാപനം ലാഭത്തിൽ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ വീണയുടെ 2 സ്ഥാപനങ്ങൾ. അല്ല, ഇവരുടെ പ്രതിരോധം വളരെ ബാലിശമാണ്. മുഹമ്മദ് റിയാസിനൊക്കെ സത്യത്തിൽ അയാളൊക്കെ പ്രതിരോധിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സത്യത്തിൽ സങ്കടം തോന്നി. എന്താണെന്നറിയാം, BJPയിൽ ചേരാൻ ഞങ്ങളില്ല, ഞങ്ങളെ എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ BJP ചേരില്ല. എന്ത് ഊളത്തരമാണ് ഇവർ പറയുന്നത്. സംഘപരിവാർ എന്താ പദ്ധതിയാണെന്നാണ് ആദ്യ ദിവസം തന്നെ പറഞ്ഞത്. അല്ലെ, ഇവരെ BJPയിലോട്ട് ചേർത്തിട്ട് അവർക്ക് എന്ത് കിട്ടാനും? BJP കേരളത്തിൽ പച്ച പിടിക്കാൻ നോക്കുമ്പോൾ ഈ കള്ളന്മാരൊക്കെ എടുത്തു വെച്ചിട്ടാണ്. അതായത് പിണറായി വിജയനും മുഹമ്മദ് റിയാസിൻ്റെയൊക്കെ നേതൃത്വം കാരണമാണ് CPM ഈ അവസ്ഥയിൽ കേരളത്തിൽ കിടക്കുന്നത്. ഇനി ഒരിക്കലും ഇവരുള്ളിടത്തോളം കാലം ഈ പാർട്ടി കേരളത്തിൽ തിരിച്ചു വരില്ല. അങ്ങനെയുള്ള ഇവരെ BJPക്ക് എന്തിനു വേണം? എന്ത് കാര്യത്തിന്? ക്രൗഡ് പുള്ളറാണോ? അല്ലല്ലോ. പിന്നെ ഇവരെ എന്തിനാണ് ഈ പറഞ്ഞ ഈ നാട്ടിലെ ജനങ്ങൾ പുറങ്കാലിനടിച്ച് വെളിയിൽ കളഞ്ഞ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി, അതിൻ്റെ നേതാവ് ഇയാളുടെ മുഖം കണ്ടതുകൊണ്ട് മാത്രമാണ് CPM ഇത്രയും രൂക്ഷമായ തോൽവി ഏറ്റുവാങ്ങി. പശ്ചിമ ബംഗാളിൽ ഇപ്പം മമതാ ബാനർജി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ള കാര്യം ഓർത്തോളണം. അതെ, ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ പഴയ സാക്കളായിരുന്നവരാണല്ലോ തൃണമൂലിൽ ചേർന്ന് അവിടെ പഴയ തൊഴിൽ തുടർന്നത്. നാട്ടുകാർ എവിടെ ചെന്നാലും MP എന്നോ MLA ഒന്നും നോക്കില്ല, കിട്ടണത് നാട്ടുകാർക്ക് തല്ലി കാലൊടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥ കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടെ മര്യാദക്കാരായതുകൊണ്ട് അവർ ക്ഷമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇയാൾ എന്തായിരിക്കും പ്രസംഗിക്കുക? എനിക്ക് മനസ്സിലാക്കാൻ ചോദിക്കുക, ഇയാൾ പ്രസംഗിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നടന്ന യോഗത്തിൽ എത്ര പേര് വന്നു? ഇയാൾ മുഹമ്മദ് റിയാസ് എന്ന് എഴുതി കൊടുത്തതാണ് ഗോവിന്ദൻ അവിടെ പ്രസംഗിച്ചത്. പക്ഷേ ഗോവിന്ദൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയാസ് ഇറങ്ങി പോവുകയും ചെയ്തു. കാരണം ഇവർക്കതിനെ പ്രതിരോധിക്കാൻ ഒന്നുമില്ല. ഇവർ ഈ പറയുന്ന ബാലിശമായ ഒരു വാദം,
ഇ ഡി ഞങ്ങളെ വേട്ടയാടുകയാണ്, ഞങ്ങൾ BJP ചേരാത്തതുകൊണ്ട്. ഇ ഡി വേട്ടയാടുന്നത് BJP ചേരാത്തതുകൊണ്ട് അതിനെന്തിനാണ് ഈ 2018 കേസ് പൊക്കിക്കൊണ്ടുവരുന്നത്? പൊതുവായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോരെ. ഇ ഡി വേട്ടയാടുന്നുണ്ടെങ്കിൽ 2018 കേസ് വിശദമായിട്ട് അവർ പഠിച്ച് ഓരോ കാലഘട്ടത്തിലും കണ്ടുപിടിച്ച തെളിവുകൾ സഹിതമാണ് അവർ മുന്നോട്ട് വരുന്നത്. ആ തെളിവുകൾ അന്വേഷിക്കരുതെന്നാണോ ഇവർ പറയുന്നത്? അല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വിചിത്രവും രസകരമായ ഒരു വശം. അന്വേഷിക്കരുത്. ഞങ്ങൾക്ക് ഇ ഡിയിൽ വിശ്വാസം ഇല്ലാതെ ഇവരെന്താ അർത്ഥത്തിലാണ് പറയുന്നത്? ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ്. ചിലപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കാര്യങ്ങൾ മുന്നിൽ നമ്മളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇവർക്ക് നിരസിക്കാൻ പറ്റൂ? ഇവരുടെ മടിയിൽ കനമില്ലെന്ന് ഇവർ തന്നെ പറയുന്നു. കൈകൾ ശുദ്ധമാണെന്ന് പിണറായി വിജയനും പറയും. പിന്നെ എന്തിനാണ് അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഈ അന്വേഷണത്തെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നില്ല? ഈ പറയുന്ന പോലെ കയറി വാ മക്കളെ എന്ന് പറഞ്ഞ് കയറി അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ വിഫലമായ പ്രതിരോധം തീർക്കുകയാണ്. ഞങ്ങളെ ഇ ഡി BJP ചേരാൻ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന കാശിന് നിലനിൽക്കാത്ത ഒരു വാദം, വളരെ ഊളത്തരം എന്ന് പച്ച മലയാളത്തിൽ പറയുന്ന ഒരു വാദം. ഒരു കാര്യം ഉറപ്പാണ്, വീണ തൈക്കണ്ടിയുടെ പേര് വമ്പൻ കൊള്ളയടി പിണറായി വിജയനും മുഹമ്മദ് റിയാസും ചേർന്ന് അബുദാബിയിൽ അയാളിലേക്ക് ഈ സാധനം തരും. തിരുട്ട് ഫാമിലിയെ ഫാമിലിയാണ്, അതായത് തിരുട്ട് ഫാമിലി, തൈക്കണ്ടി ഫാമിലി എന്നും വിളിക്കും, പിടിച്ച് അകത്ത് കൊണ്ടിടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഇത്രയും വലിയ ഒരു മന്ത്, 2 കാലിലും മന്ത് വെച്ചുകൊണ്ട് ഇവരെങ്ങനെ വേറൊരാളെ മന്ദ എന്ന് വിളിക്കാൻ പറ്റും? അല്ല, ഇവരെ ഈ താത്വികമായ ഭാഷയിൽ സംസാരിക്കുകയും എല്ലാത്തിനും പിന്നെ കേന്ദ്ര വിരുദ്ധമാണ്, കേന്ദ്ര സർക്കാർ ഞങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കുന്നു പറയുമ്പോഴും ഇവർ കാണിച്ചു കൂട്ടിയ വൃത്തികളെക്കുറിച്ച് കൃത്യ വിശദീകരണം ഇപ്പോഴും ഇല്ലല്ലോ. ഇല്ല. പിണറായി വിജയൻ സംഘവും കരിമണൽ കർത്തക്കെതിരെ സമരം ചെയ്തിട്ടുള്ളവരാണ്. ഇതേ കരിമണൽ കർത്തരെ അടുത്തത് മോള് പൈസ കടം വാങ്ങിച്ചിരിക്കുന്നു. അത് ഇവിടുത്തെ ന്യായം. ഈ നാട്ടിൽ വേറെ നാഷണലിസ്റ്റ് ബാങ്കോ അതല്ലെങ്കിൽ മറ്റേ ബ്ലഡ് കമ്പനിയോ ഒന്നുമില്ലേ? അതിന് പകരം ചെന്ന് കർത്തയുടെ തന്നെ പണ്ട് ഞങ്ങൾ ആർക്കെതിരാണോ സമരം ചെയ്ത് അയാളുടെ അടുത്ത് കൈ നീട്ടുകയാണ് പൈസ. അല്ല, അയാളുടെ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശരഹിത വായ്പയാണ് 50 ലക്ഷം രൂപ വാങ്ങിയത്. 50 ലക്ഷം രൂപ വാങ്ങിയത്. എന്നിട്ട് അത് തിരിച്ചു കൊടുത്തതിന് യാതൊരു രേഖയും ഇല്ല. പിന്നെ കൈക്കൂലി മേടിച്ച പണത്തിന് GST അടിച്ച് മാതൃക കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ തളിപ്പറമ്പിലോട്ട് പോയാൽ മതി. പയ്യന്നൂരിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് അവർ ഇതിനോടൊക്കെ ഇലക്ഷന് തെളിയിച്ച് കഴിഞ്ഞു. അതെ. അല്ലാതെ നിങ്ങൾ എന്താണ് അവിടെ വിശദീകരിക്കാൻ പോകുന്നത്? അവിടുത്തെ വിഷയം എന്തായിരുന്നു? ഒന്ന് മധുസൂദനൻ്റെ പാർട്ടി ഫണ്ട് വെട്ടിപ്പ്, മറ്റൊന്ന് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം. ഇത് രണ്ടിലും നിങ്ങൾക്കിപ്പോഴും പശ്ചാത്താപമില്ല. നിങ്ങൾ പശ്ചാത്തപിക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാല് വടക്കി നിങ്ങളെ തൊഴിക്കും. പക്ഷെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് ഇതൊന്നുമല്ല. നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് ഇപ്പോഴത്തെ ED റെയ്ഡും തുടർന്നുള്ള സംഭവങ്ങളുമാണ്. ഇതിനകത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കടലാസ് കമ്പനികളും നിങ്ങൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുമാണ് വിശദീകരിക്കുന്നത്. അല്ല, അത് ജനങ്ങൾക്ക് മുന്നിൽ ഇവർക്ക് അതിനും ഒന്നും പറയാനില്ല. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അരി അത്ര നിങ്ങൾ പയറഞ്ഞായാണ് മറുപടി. ഉടനെ കേന്ദ്ര സർക്കാർ അങ്ങനെയാണ്, ED എങ്ങനെയാണെന്ന് പറയുന്നത്. ഈ ഇത്തരം ചോദ്യങ്ങൾ ഈ നിലവിൽ ഇവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കായി ഉയർന്നിട്ടുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിശദീകരിക്കണം എന്താണെന്നുള്ളത്. എന്തൊരു കർണൽ കർത്തരെന്ന് പൈസ വാങ്ങിച്ചു പിണറായി വിജയൻ വിശദീകരിക്കട്ടെ ആദ്യം. പിന്നെ ഈ 2 കമ്പനികൾ, പിന്നെ ലേക്കറിൻ്റെയും അതുപോലെ മറ്റേ എക്സാലോജിക്കും, ഈ 2 സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ആ കടലാസ് കമ്പനികൾ എന്തുകൊണ്ട് തുടങ്ങിയിട്ട് പൂട്ടി? ഇനിയും കടലാസ് കമ്പനി വല്ലതും ഉണ്ടോ? ഇത് ഈ 2 കമ്പനികളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കൂടി കിടക്കുന്ന കമ്പനി ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ലോകത്താരെങ്കിലും ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, ആ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ഒരു പ്രശ്നമില്ലെന്നൊക്കെയാണ് ഈയുടെ പാർട്ട്നേഴ്സൊക്കെ പറയുന്നത്. അതെ അതെ അതെ. ഇതിൻ്റെ എല്ലാം കണക്കെവിടെ? ഇതിൻ്റെ എല്ലാം പൈസ എവിടെ? അതങ്ങ് പോട്ടെ. ഈ പയ്യന്നൂർ, തളിപ്പറമ്പ് പോലുള്ള സ്ഥലത്ത് പിണറായി വിജയൻ്റെ യോഗത്തിൽ ആളില്ലാതെ വരുന്ന ഒരവസ്ഥ എന്ന് ആലോചിച്ചു. അപ്പോൾ മാത്രമല്ല, പരസ്യമായിട്ട് പല CPMൻ്റെ പല ഘടകങ്ങളും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും വീണ തൈക്കണ്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. അവരത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക. ഇത് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പിണറായി വിജയൻ അതിനകത്ത് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് അനുഭവിക്കുക. അതിനകത്ത് പാർട്ടി ഇടപെടേണ്ട, ഞങ്ങൾ ആ രംഗത്തിറങ്ങില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇവർ മാതൃകയെ കാണുന്ന രാജ്യം ചങ്കല ചൈനയാണ്. നമ്മൾ ചിന്തയൊക്കെ പറഞ്ഞത് ചങ്കല ചൈന എന്നാണ് പറയുന്നത്. ആ ചൈന, അത് മൈ കൺട്രി എന്നാണ്, അവർ കൺട്രി എന്നാണ് പ്രകാശ് കാർഡ് വിശേഷിപ്പിച്ചത്. ആ ചൈനയിൽ എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭാഗത്ത് കിടക്കുന്നറിയാം. ഈ തൈക്കണ്ടി ഫാമിലി കാണിച്ച പോലെ അഴിമതി കാണിച്ച് എത്ര പേര് കിടക്കുന്നുണ്ടോ അവിടെ ജയിലിൽ? അതെന്തുകൊണ്ട് ഇവിടെ മാതൃകയായിക്കൂടാ? തെറ്റാണിച്ചാൽ ശിക്ഷിക്കണം. പഴയ കാല നേതാക്കന്മാർ EMSൻ്റെയും അല്ലെങ്കിൽ CH ആറിൻ്റെ ഇവരെയൊക്കെ കുടുംബാംഗങ്ങൾ ഇതുപോലത്തെ വ്യവസായികളാണോ? ഈ ചടയം ഗോവിന്ദൻ്റെ ഒക്കെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതങ്ങനെയൊന്നും ഇല്ലാതെ ഒരു പാർട്ടി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരാളുടെ കുടുംബം മാത്രം ഇങ്ങനെ വലിയ വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ
അതിൽ പിന്നെ ഈ പാർട്ടി അണികളെ സംബന്ധിച്ചുള്ള അവർക്ക് സംശയമുണ്ട്. ഈ നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കക്കാനിറങ്ങി. മോഷ്ടിക്കാൻ പോയതാണ് കുഴപ്പമായത്. എന്തായാലും മോഷ്ടിച്ചു ഫാമിലി, തിരുട്ട് ഫാമിലി ഒന്നടങ്ങ് ഈ വയസ്സാം കാലത്ത് അകത്ത് പോകേണ്ട അവസ്ഥയിലേക്കാണ് പിണറായി വിജയൻ വന്നു കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൈക്കൂലി വാങ്ങിയതിന് ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച്. അല്ല, അത് സ്വാഭാവികം മാത്രമാണ്, വളരെ സ്വാഭാവികം. കാരണം അത് ആരാണെങ്കിലും ഈ നാട്ടിലെ നിയമം ബാധകം തന്നെയാണ്. അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഞാൻ ആലോചിക്കുന്നത് ഈ ന്യായീകരിച്ച് മടുത്ത ആൾക്കാർ എങ്ങനെ ഇയാളൊക്കെ അറസ്റ്റിലായി കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ ന്യായീകരിക്കും? പ്രസിഡന്റ് സമരം നടത്തുമായിരിക്കും കുറച്ച് പേര്. എന്ത് പറഞ്ഞു ഇവർ ന്യായീകരിക്കും? ഏത് തിയറി പറയും? ഈ പറഞ്ഞ BJP തിയറി പറയുമോ? ഈ BJP തിയറി എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. പ്രിയപ്പെട്ട സഹാക്കളോട് എനിക്ക് പറയാനുണ്ട്, ആ തിയറി എന്ന് പറയുന്നത് ആന മണ്ടത്തരമാണ്. ഒരു കാരണവശാലും പുറത്ത് പറയരുത്, നാണക്കേടാണ്. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അത് VS അച്യുതാനന്ദൻ, EM നമ്പൂതിരിപ്പാട്, AK ജയൻ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. അതല്ലാതെ ഈ പിണറായി വിജയൻ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞ ആൾ തലേക്ക് വെച്ചിരിക്കുകയുള്ളൂ. എന്തായാലും പിണറായി വിജയൻ വിശദീകരിച്ച് മടുക്കുമോ അതോ വിശദീകരിച്ച് കുഴയും, നാട്ടുകാർ കൂവി ഓടിക്കുമോ എന്നുള്ളത് കണ്ടറിയണ്ടേ.